ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സൌഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയും യുകെയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി യുകെയിലേക്ക് അയച്ചത്. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനും സോണിപ്പത്തിനുമിടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണയായി. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധുത എന്നിവ സംബന്ധിച്ച് സമഗ്ര വിവരങ്ങളില്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിന് എതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദീഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2,921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ വൈകുന്നേരം 5:30. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിനാണ് വിജയിച്ചത്. നെല്ല് സംഭരണത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും 90.91 കോടി രൂപ ലഭിച്ചതിനെ തുടർന്ന് ജൂലൈ 16 മുതൽ കർഷകർക്ക് PRS വായ്പാ പദ്ധതി പ്രകാരം നെല്ല് സംഭരണത്തിനായുള്ള തുക വിതരണം SBI, കാനറ ബാങ്കുകൾ മുഖേന പുനരാരംഭിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ച തുക ബാങ്കുകൾക്ക് സപ്ലൈകോ തിരിച്ചടച്ചതിനെ തുടർന്നാണ് കർഷകർക്കുള്ള തുക വിതരണം പുനരാരംഭിക്കാനായത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.